ഇന്ന് രാവിലെ തൊട്ട് ഭയങ്കര വാശി അമ്മൂസിന് നമ്മുടെ കഫേയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഇന്ന് അമ്മൂസിന് ഈ ഒരു ഡ്രസ്സിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചെറുതായിട്ട് തോന്നുക. ഇനി എൻ്റെ മാത്രം തോന്നലാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നേരെ കഫേയിലേക്ക്. എന്നും കാറിലല്ലേ പോകുന്നത്, ഇന്ന് സ്കൂട്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകാൻ നേരത്തെ വണ്ടി എടുത്തപ്പോഴാണ് അറിയുന്നത് ഇന്നലെ രാത്രി ചാർജ് ചെയ്യാൻ മറന്നുപോയി. നിനക്ക് സ്കൂട്ടി വാങ്ങി തന്നിട്ട് ഇപ്പൊ എത്രയായി? ഒരു വർഷം കഴിഞ്ഞു. കഴിഞ്ഞില്ലേ? ഇതുവരെ ഈ കാലൊന്ന് കയറ്റി വെച്ച് നീ ഓടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതാണ് അവസ്ഥ. ഏതായാലും സ്കൂട്ടിയിൽ ചാർജ് ഇല്ല, ഇനി നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കാറിൽ തന്നെ പോവാം. കാറിൽ എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മുമ്പേ കാറിൽ AC ഇട്ട് വെക്കണം. ഒന്നാമത് ഇത്രയും ചൂട്, നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗം എവിടെ ഒരു മരമല്ല, കണ്ടില്ലേ? ഞാൻ അമ്മൂസിനോട് പറഞ്ഞു കാറിൽ AC ഇട്ട് തണുപ്പിച്ച് തരാതെ ഞാൻ വണ്ടി കയറില്ലാന്ന്. അങ്ങനെ അവിടെയും ഒരു അരമണിക്കൂർ അങ്ങോട്ട് പോയി. എന്നാലും നമ്മളിതാ അങ്ങനെ കഫേയിലെത്തി. കഫേയിൽ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നോമ്പിൻ്റെ കച്ചവടമൊക്കെ സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വന്ന കാര്യം അമ്മൂസിൻ്റെ ഫോട്ടോസ് എടുക്കാൻ. അങ്ങനെ കുറച്ച് ഫോട്ടോസ്, കുറച്ചല്ല ഒരുപാട് ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് ഓരോ ബിരിയാണി കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത നമ്മുടെ രണ്ടാമത്തെ വാച്ച് എത്തിയിട്ടുണ്ട്. ഈ വാച്ചിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇതിൻ്റെ റേറ്റ് തന്നെയാണ്. ഏകദേശം 9,000 രൂപ വരുന്ന ഈ ഒരു വാച്ച് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയത് വെറും 1,899 രൂപയ്ക്കാണ്. ഈ ഒരു ഓഫർ ഇപ്പോഴും തീർന്നിട്ടില്ല, നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തിട്ടുണ്ട്.